പണി പണി ഇയാൾക്ക് പ്രാന്ത് തന്നെ. എടാ നീ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? പിന്നെ നീ ഇതിന്റെ ബേസിൽ ഇരുന്ന വൈറ്റ് അടിച്ചത് കള്ളക്കൽ അടിക്കണതാ. ഒരു തേങ്ങയില്ല. ഇപ്പൊ എടാ മേക്കപ്പ് പുള്ളി പോയി അത് നടക്കൂല പൈസ. നീ അല്ലെ തന്നെ 3 വട്ടന്മാരെ കൊണ്ടുവന്നിട്ടില്ലേ? നീ അടുത്ത പറ്റില്ല. നിങ്ങളെ പറഞ്ഞ കേട്ടോ, ഞാൻ വേറെ ഇത് വട്ടമില്ലാത്തൊരു നല്ലൊരു മനുഷ്യനാണ്, എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി വരും, പുള്ളിയുടെ അടുത്ത് നീ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അത്യാവശ്യം വർഷങ്ങളായിട്ട് പുള്ളിനെ അറിയാം. അപ്പോൾ നീ സംസാരിച്ചാൽ മതി. ആ എത്തിയോ? ഞാൻ ഇപ്പൊ ചേട്ടന്റെ കാര്യം പറഞ്ഞു വായിലേക്ക് നാക്കിട്ട് എന്തോന്ന് സാധനം കൊടുത്തൊക്കെ ഒരെണ്ണം കൂടുതലാണ് എടുത്തിട്ട് മിഴുങ്ങി. ഈ ഒരു ബോധമില്ലാത്ത ഈ പിള്ളേരെ കൊണ്ട് തോറ്റ് എന്റെ പൊന്നു ചേട്ടാ. ഇത് ഫൈസൽ നമ്മുടെ ഡയറക്ടറാണ്. ആ അപ്പൊ ഇത് മോനാണ് പേര്. നീ നദീന്നൊക്കെ കടൽ. സത്യം പറഞ്ഞ സ്കൂളിൽ എന്താ വിളിക്കുന്ന ചതി. നല്ല കിടലും പേരാണ്, അടിപൊളി പേരാണ്. അതിനെന്താ ഗംഭീരമാണ്. അപ്പൊ ഈ പുള്ളിനെ എനിക്കറിയാവുന്നത് ആക്ച്വലി നമ്മുടെ ഉഗ്രമുജ്വലം ഷോ ഇല്ലേ എടാ, ഞാൻ മഴവിൽ മനോരമയിൽ പണ്ട് ആങ്കർ ചെയ്തൊരു ഷോയാ. അവിടെ പുള്ളിക്കാരുണ്ടായിരുന്നു. എന്തായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കണ്ടസ്റ്റന്റ് ആയിരുന്നു, എനിക്കറിയില്ല. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ സി കേരളയിൽ ഭയം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. നൈസ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ. അപ്പൊ അവിടെ ചെന്നപ്പോ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ചെറിയ റിയാൽ ഷോ ആയിരുന്നു. മലയാളത്തിലെ 10 സീരിയലിലെ നായികമാരെ വെച്ചിട്ട് റിയാൽ ഷോ. ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവം. പിന്നെ ആരോഗ്യപരമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട പരിപാടിയായിരുന്നു. അവിടെ ഒത്തിരി കൂടുതൽ പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു പ്രൊജക്ടിനെ പറ്റി സംസാരിച്ചിരുന്നു ഞങ്ങളത്. ഞാൻ അപ്പോഴും ഒരു വാക്ക് കൊടുത്തായിരുന്നു, ഞാനൊരു പരിപാടി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നുള്ളത്. ബാക്കി ഞാൻ പാലിച്ചോ? അത്രേ ഉള്ളൂ. അപ്പൊ നിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചു. അല്ലടാ, നമ്മളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെങ്ങനെ നമ്മള് ഇതില് ഫൈറ്റ് എല്ലാം കൂടി ഉണ്ട്, ഡാൻസ് എല്ലാ പരിപാടിയും കൂടി മിക്സ് ആയിട്ടുള്ളത് മൊത്തം കളർഫുള്ളല്ലേ? നമുക്ക് ചലഞ്ചായിട്ട് ചെയ്യാൻ പറ്റും. ചലഞ്ചായിട്ട് ചെയ്യാൻ പറ്റിയത് 1 ലിറ്റർ വെച്ചാലോ? എടാ നീ ഇരിക്കണ ഇപ്പില്ല, എന്നിട്ട് ഇരിക്കണ കഴുത്തറ വെട്ടിക്കണം കണ്ടല്ല. അതിന്റെ ഒറിജിനൽ സാധനം മേക്കപ്പ് എടുക്കുന്നത് അറിയോ? ചേട്ടൻ ബസ്സിലാണോ വന്ന കാരണമാണോ? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റില്ല, പൈസ ഇല്ല. 22,000 രൂപ നമ്മൾ സെറ്റിൽ ചെയ്യാനുണ്ട്. അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 12,500 രൂപ നമ്മൾ നാളെ സെറ്റിൽ ചെയ്യും. കാരണം അതിൻ്റെ ബില്ല് കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. ഇപ്പം നമുക്ക് 3 പേർക്കുള്ള പെട്രോൾ കാശ് കൊടുക്കാം. 3 പേർക്കുള്ള പെട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുകയാണ്. കാര്യം നമ്മുടെ ക്രൂവിലുള്ള ഒരൊറ്റ ആൾ, അത് എത്ര അടുത്തെന്ന് വരുന്നത് എത്ര ദൂരെ എന്ന് വരുന്നതിലായാലും ഇപ്പം തുടങ്ങിയിട്ട് വർക്ക് എന്ന് തീരുന്നതായാലും ശരി, പെട്രോളിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരാളുടെ കയ്യിൽ 1 രൂപ പോലും ഈ സെറ്റിൽ പോക്കറ്റിൽ നിന്ന് പോകുന്നത് ഇത് തെറ്റാൻ പാടില്ല. കൊടുകെ ഇത് തന്നെ വേണ്ട. ഇതായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം. എന്താണ് കാണിക്കുന്നത്? നിനക്ക് എന്താ അറിയോ? ഇവിടെ പഞ്ചഭൂതങ്ങളിലെ ഏറ്റവും ശുദ്ധമെന്നാണ് അഗ്നി. നിനക്കറിയോ? നിനക്ക് ഞാൻ ആരാന്നറിയോ? ഞാൻ ആരാന്നറിയോ നിനക്ക്? ഫയർ ഡാൻസിൽ കിരീടം വെക്കുന്ന രാജാവ് പറഞ്ഞു. പറയല്ലോ. ഒരു മിനിറ്റ് എന്താ പ്രശ്നം? അല്ലാതെ നീ നിനക്ക് എന്നെ പറ്റി അറിയാതെ നീ കുറച്ച് പെട്രോൾ എടുത്തിട്ട് പോയിട്ടെന്നാ കാണിച്ചാൽ നീ എടുത്തിട്ട് വട പോയിട്ട് കത്തിക്കാനാണ്.
എന്നെ കത്തിക്കാൻ ഞാൻ കാണിച്ചു തരാൻ. നമുക്ക് 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 വഴിയുണ്ടാക്കാം ഒരു സീനുമില്ല. പ്രസ്റ്റീജ് ഇഷ്യൂ. നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ നല്ലതാവുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ചോരത്തിളപ്പുണ്ടാവില്ലേ, അത്രേ ഉള്ളു. പുള്ളി ഒരു തീയാണ്, ഒരു പച്ച തീ മനുഷ്യനാണ്. കാച്ചു സീരിയസ് ആയിട്ട് ചോദിക്കാം, നമ്മുടെ മുമ്പ് ഇവിടെ ഒരു ഫയർ ഡാൻസർ ചെയ്യാൻ പറ്റും? ഒരു ഫയർ ഡാൻസ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന സാധനമല്ലേ ഇത്? കാണുന്ന എല്ലാ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കൂട്ടത്തിലെ ഞങ്ങളുടെ ഈ ടീമില്, ഞങ്ങളുടെ ഈ സിനിമയുടെ ഈ ഒരു ടീമില് ഓരോരോ വ്യക്തികളുടെയും സ്പെഷ്യൽ ടാലന്റ് ഇന്ന് ഈ നൈറ്റ് ഈ ഫയറിന്റെ മുന്നിൽ ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും പല കാര്യങ്ങളും ഇവിടെ നടത്തും. സോ LSJ വൈബ്സ് ഇസ് നോട്ട് ജസ്റ്റ് എ വൈബ്, ഇതൊരു അൾട്രാ വൈബാണ്. അൾട്രാ വൈബുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്നത്. സോ ഒരു അഡാറ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം. സോ ഒരു ചെറിയ കലാകാരൻ വന്നു, ഓഷൻ, അവൻ്റെ പേര് കടൽ എന്നാണ്. ഓഷൻ നമ്മുടെ ബാബുലാലി ചേട്ടൻ്റെ മോനാണ്. ഇമ്മിടിക്കണടാ നീ കലക്കി, എനിക്കൊരു കിടിലം ഭാവിയുണ്ട്. സോ ഇവിടെ എല്ലാവർക്കും ഒരു സമയം കിട്ടിയിട്ടില്ല. ഡെഫിനറ്റ്ലി ഓരോ ദിവസം കഴിയും തോറും എല്ലാവർക്കും അവരുടെ അവസരം കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് us. ഞങ്ങൾ ഇത്രയും നേരം സഹിച്ചത്. നീ ഓടരുത്, സമാധാനം.